ഈശോയുടെ സ്വർഗാരോഹണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദൈവമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്നതിന്മേൽ ധ്യാനിക്കുക. ലൂക്ക 24:50. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. മത്തായി 28:18-20. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. മർക്കോസ് 1:15-18. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവനോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോസ്തലപ്രവർത്തനം 1:3-9. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. നമുക്ക് ധ്യാനിക്കാം. സ്വർഗത്തിലേക്ക് പോയ യേശു നമ്മിൽ നിന്നും അകന്നു പോവുകയല്ല. യേശുവിനെ നമുക്ക് വിവിധ ഇടങ്ങളിൽ കണ്ടെത്താൻ കഴിയും. ഒന്നാമതായി വചനത്തിലൂടെ നമുക്ക് യേശു സമീപസ്ഥനാണ്. രണ്ടാമതായി വിശുദ്ധ കുർബാനയിലൂടെ യേശു നമുക്ക് സമീപസ്ഥനാണ്. മൂന്നാമതായി പ്രാർത്ഥിക്കുവാൻ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് യേശു സമീപസ്ഥനാണ്. നാലാമതായി സഭയാകുന്ന ശരീരത്തിലൂടെയാണ് യേശു നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത്. അഞ്ചാമതായി പ്രത്യേകമായി നമ്മുടെ സഹായം ആവശ്യമായി വരുന്ന വിശക്കുന്നവനും രോഗികളിലും ആശരണലിലുമാണ്. അവസാനമായി യേശു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന യേശു എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുവാനും നവീകരിക്കാനുമായി വീണ്ടും വരുമെന്ന് മർക്കോസ് 13-ാം വാക്യം പ്രകാരം നാം വിശ്വസിക്കുന്നു. അവനെ സ്വീകരിക്കുവാനായി നമുക്ക് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഇവിടം വിട്ട് സ്വർഗത്തിലേക്ക് പോയത് ഞങ്ങളെ അനാഥരാക്കി വിട്ടുപോകാനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം മറ്റുള്ളവരിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകം മുഴുവനെയും അങ്ങയെ അറിയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൗത്യം പൂർത്തീകരിക്കുവാൻ സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.